ഹായ് ഗൈസ്, അഷ്റഫ് അമ്പാടി കൂടെ നമ്മുടെ ജലീൽ പാലേരി ഉണ്ട്. ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന DV. നിങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ മാർക്കറ്റിൽ ഹാവൽസിന്റെ അതേപോലെ റീഗാർഡിന്റെ ഒക്കെ DVകളാണ് വെക്കാറ്. ഇതിന് പകരം നമ്മൾ പുറത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു DV ആണിത്. ഇതിന്റെ പേര് അൽഫനാർ എന്നാണ്. UAE മെയ്ഡാണ്. നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, റെഡി അല്ലേ? ഇത് ഓൾറെഡി പുറത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കുറച്ച് പാക്കേജ് പൊട്ടിച്ച് വെച്ചതായിരുന്നു. ഇതിനകത്ത് കാണാം വളരെ ഭദ്രമായിട്ട് ഇതാണ് DV ബോക്സ് ആണ്. DVക്ക് നമ്മളെ സാധാരണ DV പോലെ തന്നെ ഇത് 3 റോ DV ആണ്. നമ്മളിവിടെ സാധാരണ വേ DVകളാണ് പറയാറ്. ഇത് റോ DV ആണ്. ഇതിനകത്ത് 3 റോ ആണുള്ളത്. 16 മൊഡ്യൂൾ കൊള്ളുന്ന 3 റോ. ഇതിൽ ഒരു റോയില് 16 മൊഡ്യൂൾ പോകും. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു MCBന്റെ സ്പേസ് ആണ് ഒരു മൊഡ്യൂൾ. ഓക്കെ, അപ്പൊ നമ്മള് RCCB ആകുമ്പോൾ 4 മൊഡ്യൂൾ പോകും. 4 RCCB ആകുമ്പോൾ അപ്പം അങ്ങനത്തെ 16 മൊഡ്യൂൾസ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനത്തെ 3 റോ. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. സ്ക്രൂ ഡ്രൈവർ എടുക്കട്ടെ ഞാൻ. ഓക്കെ, നമ്മള് ഓപ്പൺ ചെയ്യാണ്. ഇതിന്റെ 4 സ്ക്രൂസ് ആണ് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ ഒരു QR കോഡ് സൈഡിലുള്ള ചെറിയൊരു നെയിം പ്ലേറ്റ് ഉണ്ട്. നെയിം പ്ലേറ്റിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അൽഫനാർ എന്നാണ് കമ്പനിയുടെ പേര്. ഇതിന്റെ മോഡൽ നമ്പറാണ്. ഈ മോഡൽ നമ്പറിൽ സൂചിപ്പിക്കുന്നത് 3 and 16M ഇതാണ്. ഈ 16 മൊഡ്യൂൾ എന്നാണ് താഴെ പറയുന്നുണ്ട്. 3 റോ മൊഡ്യൂൾ എൻക്ലോസർ 16M ഫ്ലഷ് ടൈപ്പ് ആണ്. ഫ്ലഷ് ടൈപ്പ് എന്നാൽ കൺസീൽഡ് ആക്കി വെക്കുക എന്നുള്ള ഉദ്ദേശം. മെയ്ഡ് ഇൻ UAE ആണ്. ഇതിന്റെ QR കോഡും ഉണ്ട്. ഇതിന് ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് പറയുന്നുണ്ട്. ഇന്ന് 4 സ്ക്രൂസ് ആണ് ഇതിന് കഴിക്കാനുള്ളത്. നമ്മൾ ഈ 4 സ്ക്രൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രൂസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കി അറിയാൻ കഴിയും. ഈ ഒരു കവർ വെക്കുന്നതിന് തന്നെ നല്ല സ്ക്രൂ ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത് ഈ എർത്ത് സ്ട്രിപ്പ്, എർത്ത് ബോണ്ടിങ്, ഇത് നമ്മൾ ഡോറിലേക്കുള്ള എർത്താണ്. ഇത് എർത്തിങ് ആണ്. നല്ല ബോണ്ടിങ് ആണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അവരെന്നെ കമ്പനി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉയർത്തി നോക്കാം. ഒരു ഡോർ സിംഗിൾ, നമ്മൾ സാധാരണ ഇവിടെ ഉള്ള പോലെ തന്നെ ഒരു വേറൊരു മോഡലാണ്. മീൻസ് നമ്മളിവിടെ ഡബിൾ ഡോർ എന്ന് പറയുന്നില്ലേ, ഈ ഡബിൾ ഡോർ എല്ലാം കൂടി സിംഗിൾ ആയിട്ട് ഒറ്റ ഇതായിട്ടാണ് വരുന്നത്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും. മുകളിലത്തെ ഡോർ അടക്കാനുള്ള ഡോറും ഉള്ളിലുള്ള ഡോറും കൂടി ഒറ്റ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഓക്കെ, ഇതില് ഒക്കെ പഞ്ച് ചെയ്തിട്ടുണ്ട്. അൽഫനാർ എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ മെയ്ഡ് ഇൻ UAE എന്നുള്ളതും ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി നമുക്കിതിന്റെ പ്രത്യേകത നോക്കാം. DBയിലോട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റിക്കർ കൊടുത്തതാണ് അവർ, RYB ഉള്ള സ്റ്റിക്കർ. ഇതിനകത്ത് ഇതാണ് ഇതിന്റെ റോ. ഈ റോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി അറിയാൻ കഴിയും. ഈ റോസ് നമുക്കറിയാം ഈ സാധാരണ പോലെയല്ല. ഇത് ഒരു സെറ്റായിട്ട് ഒരു H മോഡലിന്റെ 3 റോ, ഇപ്പൊ 2 റോ ആണെങ്കിൽ H മോഡൽ ഉണ്ടാവും. ഇതിങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റോസ് സെപ്പറേറ്റ് നമുക്ക് കഴിച്ചെടുക്കാൻ പറ്റും. 6 നെറ്റാണ് ഇതിനകത്തുള്ളത്. ഈ 6 നെറ്റും നല്ല ക്വാളിറ്റിയുള്ള നെറ്റ്സ് ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ത്രെഡ് റാഡില് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയും ഇതിന് താഴെ കണ്ടില്ലേ ഒരു പ്രത്യേകതരം ബോൾട്ട് നെറ്റാണ് താഴെ ഉള്ളത്, വാഷർ ടൈപ്പ്. ഇത് നമുക്ക് താഴത്തോട്ടും മുകളിലോട്ടും ഉയർത്താനും താഴ്ത്താനും കഴിയും. നമുക്കിതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ DV ഇനി താഴ്ത്തി വെച്ചാലും, അതായത് നമ്മളിപ്പോ ബോക്സ് വെക്കുകയാണ് ചുമരിൽ കൺസീലാക്കുന്ന സമയത്ത് ഒരല്പം താന്ന് നിന്നൊന്ന് കൂട്ടാം, എന്നാലും നമുക്ക് പ്രോബ്ലം ഇല്ല. അത് ആ ബോക്സ് വെക്കുന്ന സമയത്ത് കുറച്ച് പ്ലാസ്റ്റർ ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചാൽ ഈ ജനറേൽ നമുക്ക് പരമാവധി ഇത്ര കണ്ട് പൊന്തിച്ച് നിർത്താൻ പറ്റും. അപ്പൊ അത്ര ഇത് താന്നു നിന്നാൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ച് നമുക്ക് അത്ര താഴെ നമുക്ക് എന്ത് ചെയ്യും, സ്പേസ് കിട്ടും. അപ്പൊ അതിന്റെ വേറെ ഈ DVക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നല്ല സ്പേസസ് ആണ്. സാധാരണ നമുക്കിപ്പം ഇതിനകത്ത് DB ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതൊരു മെയിൻ്റനൻസ് നടത്താൻ ഭയങ്കര പാടാണ്. അതായത് ഇപ്പൊ ഒരു ട്രബിൾ ഷൂട്ട് ചെയ്യണം.
ട്രിപ്പിൾ ഷൂട്ട് ചെയ്യുന്നത് ഒന്ന് ട്രിപ്പ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ട്രിപ്പിംഗ് എങ്ങനെയാണെന്നുള്ള ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അതെങ്ങനെ ചെക്ക് ചെയ്യുക, ട്രേസ് ഔട്ട് ചെയ്യാന്നുള്ളത്. ആ സമയത്ത് നമുക്ക് ഓരോരോ വയേഴ്സ് ഒക്കെ ഊരി നോക്കാനും മറ്റുമൊക്കെ സ്പേസ് വേണം അതിനകത്ത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു DBയുടെ ഡിൻഡ്രയിലിന് അടുത്ത ഈ മുകളിലെ ഏറ്റവും ടോപ്പിൽ വശത്തേക്ക് ശരിക്കും 15 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം, ഇത് വേണം, സ്പേസ് വേണം. അപ്പൊ ഇതിന്റെ സെന്റർ പോയിന്റിന് ഇതിലേക്ക് 15 സെന്റിമീറ്റർ ഉണ്ടാവും. അതേപോലെ ഈ ഒരു ഡിൻഡ്രയിൽ നിന്ന് അടുത്ത ഡിൻഡ്രയിലേക്ക് 15 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടും 15 സെന്റിമീറ്റർ, ഇവിടുന്ന് താഴത്തോട്ടും 15 സെന്റിമീറ്റർ. ഇങ്ങനെ ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത്ര ഒരു സ്പേസ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാം, മര്യാദക്ക് ഇതിനകത്ത് വയർ ഡ്രസ് ചെയ്യാനും അതേപോലെ തന്നെ പിന്നീട് ഡ്രസ് ചെയ്താൽ മാത്രം പോരല്ലോ, എപ്പോഴും മെയിൻ്റെനൻസ് ആദ്യമാണ്. രണ്ടാമത് ഒരു ട്രിപ്പിംഗ് ഉണ്ടെങ്കിൽ വയറുകൾ ഊരി നോക്കിയിട്ട് എവിടെയാണ് പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അത് ട്രേസ് ഔട്ട് ചെയ്യാനൊക്കെ പറ്റിയ നല്ല DB ആണിത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പുറത്തുനിന്നൊക്കെ ഉപയോഗിച്ച ഇലക്ട്രീഷ്യന്മാരാണെങ്കിൽ അവർക്ക് വളരെ കറക്റ്റ്. അപ്പൊ ഇതിന്റെ നെറ്റിനൊക്കെ നല്ല ഒരു തരം പഞ്ചിങ്ങിലാണ് ഈ സാധനം കണ്ടില്ലേ. ഈ ഒരു 4 വോൾട്ടിലാണ് ഈ നമ്മുടെ ഡോർ നിൽക്കുന്നത്. ആ ഡോറിന്റെ താഴെ വെച്ചിരിക്കുന്നത് ഈ നെറ്റിലേക്കാണ് നമ്മൾ സ്ക്രൂ വരുന്നത്. നല്ല പഞ്ച് ചെയ്തിട്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നത്, നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകത ഉണ്ട്, കൂടുതൽ എന്തില്ല, വെൽഡിങ്ങും മറ്റൊന്നും ഇതിനില്ല. ഇത് ഇങ്ങനെ ഒരു ഷീറ്റ് അടിയിലോട്ട് ഇങ്ങനെ മേലെ ഇങ്ങോട്ടൊരു ഷീറ്റും പിന്നെ മുകളിലും താഴെ വരെ ഷീറ്റ് ഉള്ളിലോട്ട് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നോക്കൗട്ടുകളൊക്കെ കംപ്ലീറ്റ് 20s ആണ് കൂടുതൽ, 2-3 20 ഉണ്ട്. അതേപോലെ സെൻട്രലിലെ കേബിള് ഇറങ്ങാനുള്ള പാർട്ട് എന്താണ് വലുതാണ്, 30-ന്റെയും 32-ന്റെയും ഒക്കെയാണ് വരിക. അപ്പം ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡിൻഡ്രയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിൻഡ്രയിലിന്റെ സൈഡിലുള്ള ഇതിൽ നമുക്ക് ഈ ന്യൂട്രൽ ലിങ്ക് സെറ്റ് ചെയ്യാനും അതേപോലെ എർത്ത് ലിങ്ക് സെറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇതിൽ മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെതായ ന്യൂട്രൽ ലിങ്കും എർത്ത് ലിങ്കും വാങ്ങാൻ കിട്ടും. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതാണ് ഈ ന്യൂട്രൽ ലിങ്കിനെ സംബന്ധിച്ചാണ്. ന്യൂട്രൽ ലിങ്ക് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ സ്ക്രൂസിന്റെ എണ്ണത്തിനനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് എനിക്ക് തോന്നുന്നു 11-12 വരുന്ന സൈസാണ്. ഇതേപോലെ തന്നെ 4 മുതൽ അങ്ങോട്ട് മുകളിലോട്ട് കിട്ടും, നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടൈപ്പ് വാങ്ങി ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും, പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് എത്ര സെഷനാണ് നമ്മളിപ്പോ 2 RCCB വെക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഇൻവെർട്ടറൊക്കെ വരുമ്പോൾ 2 RCCB വെക്കുന്നുണ്ട് നമ്മളിപ്പോ. അപ്പൊ 2 RCCB വെക്കുമ്പോൾ ഇനി എന്താ പറയാ, അതല്ലാതെ നമുക്ക് 30-ന്റെയും 100-ന്റെയും RCCBs വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 2 ന്യൂട്രൽ ലിങ്കുകൾ ആവശ്യമായിട്ട് വരും. അപ്പൊ ആ ന്യൂട്രൽ ലിങ്കുകൾ നമുക്ക് ഇതിൽ പ്രത്യേകം സെറ്റ് ചെയ്യാൻ പറ്റും ന്യൂട്രൽ ലിങ്കുകൾ. അപ്പം ഇതിന് പുറമെ നമുക്ക് ഒരു ഭാഗത്ത് ന്യൂട്രൽ ലിങ്കും ഒരു ഭാഗത്ത് നമുക്ക് ഇതിന്റെ ഇത് മാത്രമല്ല, അതായത് ഈ ലിങ്ക് മാത്രം വാങ്ങാൻ കിട്ടും. ഇതൊക്കെ ഇവിടെ നമ്മളെ വളാഞ്ചേരി സെൽവാൻ എന്ന ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് അവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ ഈ ന്യൂട്രൽ ലിങ്ക് ഒക്കെ. ഇത് ഇവിടെ നേരിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരിട്ട് ഇതിൽ തന്നെ സ്ക്രൂ ചെയ്തിട്ട് വെക്കുക. ഇതിന്റെ ഇത് മാത്രം, ഈ ഒരു ലിങ്ക് മാത്രം, ഇത് ഇൻസുലേറ്റർ ഇല്ലാതെ. അപ്പൊ നമുക്ക് സുഖമായിട്ട് എർത്ത് അതിൽ നേരിട്ട് കണക്ഷൻ കൊടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് DB ഡ്രസ് ചെയ്യാൻ ഇതിലൂടെ വരുന്ന DBസിന്റെ വയേഴ്സ് ഒക്കെ പ്രോപ്പർ ഡ്രസ് ചെയ്ത് ഇതിനകത്ത് കൂടെ താഴെ കൂടെ കൊടുന്ന് ടൈ ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ഇതിന്റെ താഴെ കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മറിച്ച് ഇപ്പൊ നമ്മളിപ്പോ ബ്രേക്കേഴ്സ് ഇങ്ങനെയാണല്ലോ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യും അല്ലേ, ഫിറ്റ് ചെയ്തു. ഇനി അതേപോലെ തന്നെ വേറൊരു സാധനം കേട്ടത് ഡിൻഡ്രയിൽ ടൈപ്പ് കണക്ടറാണിത്. സാധാരണ കണക്ടർ തന്നെ ഡിൻഡ്രയിന്മേൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതും ഇവിടെ ഇപ്പൊ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടില്. ഇത് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് വെച്ചു കൊടുത്താൽ ഊരണമെങ്കിൽ ഇങ്ങനെ ഊരും ചെയ്യാം, ഊരി എടുക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെ വയർ കണക്ഷൻ കൊടുത്തിട്ട് ഇവിടുന്ന് താഴത്തോട്ട് ജോയിന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം ഇതുണ്ടല്ലോ നമ്മുടെ ലാച്ചിങ് റീലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മേ ബി നമുക്ക് ജോയിന്റ്സുകൾ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ലാച്ചിങ് റീൽ എന്താണെന്നുള്ളത് നമുക്ക് വേറെ വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ വയേഴ്സ് ഒരുമിച്ച് കൊണ്ടുവരാനോ ഒന്നിച്ച് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലാച്ചിങ് റീലിന്റെ ഇടയിൽ ഈ കണക്ടറിൽ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ലൂപ്പ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഈ കണക്ടറിന്റെ പ്രത്യേകത. ഇത് പല സൈസിൽ കിട്ടും. ഇത് ചെറുതാണ്, 16 mm 25 mm ഒക്കെ വയർ കൊള്ളുന്ന വിധത്തിലുള്ള സാധനം വാങ്ങാൻ കിട്ടും. ഇനി ഈ പറയുന്ന വയർ നമ്മൾ ഡ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഐസൊലേറ്ററോടെ വെച്ചു. ഐസൊലേറ്റർ നമ്മൾ മെയിൻ ഐസൊലേറ്ററോടെ ഒന്ന് കയറുന്നു. ഇതിനകത്ത് മെയിൻ കൊടുത്തു. ഇവിടുന്ന് 2 RCCB കൊടുത്തിട്ട് RCCBയിൽ നിന്ന് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് കൊടുക്കാം, ഈ മറ്റുള്ള ഇതിലേക്ക് കൊടുക്കാം, ബ്രേക്കേഴ്സിലേക്ക് കൊടുക്കുന്നത് നമ്മൾ.
ഇങ്ങനെ ബ്രേക്ക്ലെസിലൊക്കെ കൊടുക്കുമ്പോൾ ഈ വയേഴ്സ് നമ്മുടെ സബ് ഡിസ്ട്രിബ്യൂഷൻ ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ വയേഴ്സ്, അതായത് റൂമുകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സോക്കറ്റിലേക്ക് എ സിയിലേക്കൊക്കെ പോകുന്ന വയേഴ്സ് ഇതിലൂടെ കൊണ്ടുവന്ന് ടൈ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതിന് താഴെ ഈ ഗിംബ്രയിലിന്റെ താഴെ വെച്ച് ടൈ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയാണെങ്കിൽ എവിടെയാണോ നമ്മളെ ബ്രേക്കേഴ്സ് പോകേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ മറച്ചിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കും അടിയിലൂടെ. അപ്പൊ ഒന്നും കൂടുതലൊന്നും വയേഴ്സ് ഇതിനകത്ത് നിറഞ്ഞു കിടക്കില്ല, ഒക്കെ ഇതിന്റെ അടിയിലായതുകൊണ്ട് വൃത്തിയായിട്ട് നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. ഈ വയേഴ്സ് ഒക്കെ നമുക്ക് ഊരി എടുക്കാനും അതിലൊക്കെ നമ്പർ ഉണ്ടായതുകൊണ്ട് അതേ നമ്പേഴ്സ് തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് വരുന്ന ന്യൂട്രൽ ലിങ്കിലേക്കുള്ള കണക്ഷന് ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യും ന്യൂട്രൽ ലിങ്കുകൾ. അപ്പൊ നമുക്ക് ഊരി മെയിൻ്റെനൻസ് നടത്താനൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഊരി എടുത്തിട്ട് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ എർത്ത് ഈ ഭാഗത്ത് അടിയിലൂടെ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുക്കാൻ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. അതാണ് ഈ ഒരു DBയുടെ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ DB വളരെ സ്പേഷ്യസ് ആണ്. ഇത് ശരിക്കും IEC കമ്പാറ്റബിൾ ആയിട്ട് ഇറക്കിയതാണ്, നോംസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു DB ആണ് IEC സ്റ്റാൻഡേർഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അതിലുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു DB ആയതുകൊണ്ട് നമ്മളെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ DB ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ചെറുതാക്കണം, എന്നിട്ട് ഏറ്റവും ആരും കാണാത്തോടത്ത് കൊണ്ടുവെക്കണം എന്നൊക്കെയുള്ള ചിന്ത ആയതുകൊണ്ടാണ്. ശരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഒരു DB എന്ന് പറഞ്ഞാൽ വീടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്തെങ്കിലും ഒരു ട്രിപ്പിങ്ങോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലും 2 സർക്യൂട്ട് കൊണ്ടുവേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് രണ്ടാമത് വയർ കൊണ്ടുവരാനും അല്ലെങ്കിൽ വയറുള്ള വയറുകളെ വേർതിരിച്ച് എവിടത്തേക്കാണ് ഈ വയർ പോയിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടൊക്കെ ആവശ്യമുണ്ടോ. ആ സമയത്ത് നമുക്കിതൊന്നും ഇതിനകത്ത് കൈയിടാൻ പോലും, അതായത് ഒന്ന് ചെറുതായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ കയറാൻ പോലും സ്ഥലമില്ലാത്തൊരു അവസ്ഥയിൽ ഒരു DB ആയി മാറരുത്. അതാണ് ഇത്രയും സ്പേഷ്യസ് ആയ DB വെക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ DBക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഷെഡ്യൂളും ഒക്കെ ചെയ്തിട്ട് ഇതിന്റെ ഈ ഡോറിൽ വെക്കണം. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വേണം, ഇതിന്റെ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. എന്നാലാണ് നമുക്ക് ഈ DB എന്തിനാണ് തിരിച്ചാണ് ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇവിടെ നമ്മൾ താഴെ അവിടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഷെഡ്യൂൾ വെക്കുക. അപ്പം ഡോറുണ്ട് തുറന്നു കഴിഞ്ഞാൽ ഈ ഓരോരോ ബ്രേക്കേഴ്സും ഇതിനുള്ളതാണെന്നുള്ളത് ഇതിനകത്ത് സ്പേസ് ഉണ്ട്. ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന രൂപമൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം, എങ്ങനെയാണ് വരേണ്ടത് ഷെഡ്യൂൾ എന്നുള്ളതിനെ പറ്റിയൊക്കെ. അപ്പം ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളതൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ തന്നെ പറയുന്നുണ്ട് ഷെഡ്യൂൾ എങ്ങനെ അയക്കണം എന്നൊക്കെ ഉള്ളതിനെ പറ്റി. അപ്പം ഇത്രയും കാര്യമാണ് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.